എന്താ ചിന്തിക്കുന്നേ? കുറെ നേരമായില്ലോ ചിന്തിച്ചോണ്ടിരിക്കുന്നേ. പാപ്പാക്കുന്നൊരു സുഖമില്ലാന്ന് പറയുന്നത്, ഒന്ന് ഫുൾ ചെക്കപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ചെയ്ത് നോക്കാലോ. അപ്പൊ വരുന്നില്ലല്ലോ അമ്മേനെ. പാപ്പ പറയുന്നത് എവിടെ പോവാനാ, ഞാൻ രാവിലെ പറഞ്ഞ അപ്പ പറഞ്ഞത് എവിടെയാ പോകണ്ടേ എങ്ങനെയാ പോകണ്ടെന്നൊക്കെ ചോദിക്കുന്നത്. എന്നാൽ നമുക്കിന്നേ മുളിയങ്കില് പുതിയൊരു മെഡിക്കൽ സെന്റർ തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ക്യാമ്പും ഉണ്ട്. ആ ക്യാമ്പിലാകുമ്പോൾ അവരെല്ലാം മുളിയങ്കില് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡില്ലേ അതിന് ഇപ്പൊ ഒരു 6 മാസത്തിനടുത്തായിട്ടുണ്ടാവും. ഇഞ്ചക്ഷൻ ചെയ്യാൻ കാരണം നിങ്ങൾ പോയപ്പോ പറഞ്ഞില്ല അവിടെ ഒരെണ്ണം തുടങ്ങി. അത് തന്നെ അവിടെ നിന്ന് ക്യാമ്പ് ഉണ്ട്. ആ ക്യാമ്പില് അവരെല്ലാം ടെസ്റ്റ് ചെയ്ത് തരുമല്ലോ. ആ ക്യാമ്പിൽ പങ്കെടുത്താല് ഫസ്റ്റ് പങ്കെടുക്കുന്ന ആദ്യത്തെ 250 വയോജനങ്ങൾക്ക് മറ്റേ പ്രിവിലേജ് കാർഡും കൊടുക്കുന്നുണ്ട് അവര്. 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. സമയം 10 മണിനടുത്തായിട്ടുണ്ടാവും. പോയാലോ? പോയി നോക്കാം. വിളിക്കട്ടെ? പ്രിവിലേജ് കാർഡിനോ? പ്രിവിലേജ് കാർഡ് കിട്ടിയാൽ അതില് ഫ്രീ കൺസൾട്ടേഷൻ ഉണ്ട്. ഇപ്പൊ അവരെന്തെങ്കിലും പോയാലും ആ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ കൺസൾട്ടേഷൻ. അതുപോലെ എല്ലാ ചികിത്സയിലും 10, 20, 35% ഒക്കെ ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പൊ ഡെന്റൽ ക്ലിനിക്കിന്റെ ആ ഇതിലൊക്കെ 10% ഡിസ്കൗണ്ട്. അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിഹാരം. അത് മാത്രല്ല അവിടെ പോയവരൊക്കെ പറയുന്നത് എന്താ അറിയോ, നല്ല ചികിത്സ അവര് തരുന്നതെന്ന്. എല്ലാം നല്ല ഓരോ വിഭാഗത്തിലും ജനറൽ വിഭാഗം ഉണ്ട്, പിന്നെ അതുപോലെ ഗൈനക്കോളജി വിഭാഗം ഉണ്ട്, സർജറി വിഭാഗം വരെ ഉണ്ട് അവിടെ. അത് നല്ല പ്രഗത്ഭരായ ഡോക്ടർമാരും. അങ്ങനെ ഞങ്ങൾ അപ്പാപ്പയും കൂട്ടി പിടിച്ച പിടിയാലെ മെഡിക്കൽ സെൻ്ററിലെത്തി. എത്തിയപ്പോഴെന്താ ക്യാമ്പിലേക്കായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരുവിധം തിരക്കുണ്ടായിരുന്നു അവിടെ. ആദ്യത്തെ 250 ആൾക്കാരിൽ ഒരാളാവാനുള്ള തിരക്കായിരുന്നു അവിടെ വന്നിട്ടുള്ള ഓരോരുത്തരിലും ഞങ്ങൾ കണ്ടത്. എന്താ വെച്ചാൽ ക്യാമ്പിനായിട്ട് വരുന്ന ആദ്യത്തെ 250 ആൾക്കാർക്കല്ലേ നമ്മുടെ പ്രിവിലേജ് കാർഡ് കിട്ടും. ആ കാർഡ് കിട്ടിയാലുള്ള ആനുകൂല്യങ്ങൾ ഒട്ടനവധിയാണല്ലോ. എന്തായാലും ആരും പാഴാക്കാൻ നിൽക്കില്ല. എന്തായാലും കാർഡ് കിട്ടിയില്ലേലും വേണ്ട, നല്ലൊരു ചികിത്സ ലഭിച്ചില്ല എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഞങ്ങൾ. കാരണം അത്രയും മികച്ച സേവനങ്ങളാണ് പൾസ് മെഡിക്കൽ സെൻറ്റർ അവിടെ വരുന്ന ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്.